ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BA ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇഗ്നോ ഓർഗനൈസ് ചെയ്യുന്ന കണ്ടക്ട് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും ഓരോ കോഡുകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ BA ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ കോഡ് എന്ന് പറയുന്നത് BAEGH എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്: എലിജിബിലിറ്റി, അതുപോലെ തന്നെ ഡ്യൂറേഷൻ, അതുപോലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ദെൻ ഫീ സ്ട്രക്ചർ. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന്. ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ SSLC ആൻഡ് +2 അതല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റ് ക്വാളിഫിക്കേഷൻസും പരിഗണിക്കാവുന്നതാണ് അല്ലെങ്കിൽ പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സാംസ് എഴുതുന്നതും അതുപോലെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമായിരിക്കും. മറ്റൊന്ന്, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 3 ഇയേഴ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം അതൊരു 6 ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 5,000 ആണ് പെർ ഇയർ. അപ്പം ടോട്ടൽ ഫോർ 3 ഇയേഴ്സിന് നിങ്ങൾക്ക് 15,000 അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രോഗ്രാം ഫീസിനെ കൂടാതെ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡെവലപ്മെൻറ്റ് ഫീസായിട്ട് ചെറിയൊരു എമൗണ്ട് കൂടി നിങ്ങൾ അഡീഷണലി പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അതിലൊരു രജിസ്ട്രേഷൻ ഫീസ് 300ഉം അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡെവലപ്മെൻറ്റ് ഫീസ് ആയിക്കൊണ്ട് ഒരു 200ഉമാണ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇയർ വൈസ് ആണ്. നമുക്കറിയാം, ഇഗ്നോ അവരുടെ സിലബസുകളെല്ലാം തന്നെ ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ സിലബസ് സെമസ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇയർ വൈസ് ആണ്. അപ്പം നിങ്ങൾക്ക് എക്സാം വർഷത്തിലായിരിക്കും നൽകേണ്ടതായിട്ട് വരുന്നത്, സെമസ്റ്ററിൽ എക്സാംസ് നടക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് അഡ്മിഷൻ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് വർഷത്തിൽ 2 തവണയായിരിക്കും. അത് ജാനുവരിയിലും അതുപോലെ തന്നെ ജൂലൈയിലും. അപ്പം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വർഷത്തിൽ 2 തവണ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന് ജാനുവരി സെഷനിലും അതുപോലെ തന്നെ ജൂലൈ സെഷനിലും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. എനിവേ, നൗ ലെറ്റ് മീ see you soon. Have a nice day.